നമസ്കാരം. എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ തെറിക്കും എന്ന് നേരത്തെ പറഞ്ഞതാണ് പലരും. പക്ഷേ നരേന്ദ്രമോദിക്കൊന്നും പറ്റിയില്ല എന്ന് മാത്രമല്ല, എപ്സ്റ്റീൻ ഫയലുകൾ ഒരു ചലനവും ലോകത്തൊരിടത്തും ഉണ്ടാക്കാൻ പോയിട്ടുമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നുവരെ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് നിരവധി ഫയലുകൾ ഇതിനോടകം തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ എന്ന് നമുക്കെല്ലാവർക്കും ഇതിനോടകം തന്നെ അറിയാവുന്നതാണ്. അതായത് കൊച്ചുകുട്ടികളെക്കെതിരെ ലൈംഗിക അതിക്രമം, അത് കൂട്ടമായി നിരവധി കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയതിൻ്റെ പേരിൽ അറസ്റ്റിലാവുകയും അന്വേഷണം നേരിടുകയും വിചാരണ തടവിലാവുകയും അങ്ങനെ തടവിലിരിക്കെ മരിച്ച നിലയിൽ കാണപ്പെട്ടതുമായ ഒരു വ്യക്തിയാണ് ജെഫ്രി എപ്സ്റ്റീൻ. മാത്രമല്ല, ഇയാൾ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് മാത്രമല്ല, ഇയാൾ ഒരു ഇടനിലക്കാരനാണ്. അമേരിക്കയിലെ ഭരണസിരാ കേന്ദ്രങ്ങളുമായി ഇയാൾക്ക് നല്ല ബന്ധമുണ്ട്. അതായത് ലോകത്തിലെ ഉന്നതരായ എല്ലാ നേതാക്കന്മാരുമായിട്ടും ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ് എപ്സ്റ്റീൻ ഫൈലിനെ ഇത്രയധികം പ്രാധാന്യമുള്ളതാക്കുന്നത്. ഈ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് നിരവധി രേഖകൾ പുറത്തു വരാനുണ്ടെന്നും അത് ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ അതിൻ്റെ ഒരു മേജർ പോർഷൻ അമേരിക്കയിലെ നീതിന്യായ വകുപ്പ് പുറത്തുവിടുകയും ചെയ്തു. ഏതാണ്ട് 30 ലക്ഷത്തോളം പേജുകളുള്ള രേഖകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 2000-ലധികം വീഡിയോകളും 1,80,000-ൽ പരം ചിത്രങ്ങളും അതിലുണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയുള്ള രേഖകളാണ് പുറത്തു വന്നത്. ആ രേഖകളിൽ ഇപ്പോൾ ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയെക്കുറിച്ച് പോലും പരാമർശമുണ്ട് എന്ന് പുറത്തേക്ക് ചില വാർത്തകൾ വന്നിരുന്നു. സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തകളുണ്ടായിരുന്നു. ഈ അന്താരാഷ്ട്ര കുറ്റവാളി ഏറ്റവും നീചമായ കുറ്റകൃത്യം ചെയ്ത വ്യക്തിയുമായി കൂട്ടിച്ചേർത്ത് ദലൈലാമയെ പ്രചരിപ്പിക്കാനുള്ള ചില ബോധപൂർവമായ ഹീന ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഇതിനിടയിൽ എന്ന് വ്യക്തമാണ്. അതിൻ്റെ പേരിലാണ് ദലൈലാമയുമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് എപ്സ്റ്റീൻ ഫയൽസിൽ ദലൈലാമയെക്കുറിച്ച് നിരവധി തവണ പരാമർശങ്ങളുണ്ട് എന്ന വാർത്തകൾ പരന്നത്. എന്തായാലും ഇപ്പോൾ ദലൈലാമയുടെ ഓഫീസ് അത് വളരെ ശക്തമായി തന്നെ നിഷേധിക്കുകയാണ്. ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന വ്യക്തിയെ ദലൈലാമ ഒരിക്കലും കൂടിക്കാണുകയോ സംസാരിക്കുകയോ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് വളരെ കൃത്യമായി ദലൈലാമയുടെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. എപ്സ്റ്റീനുമായി ദലൈലാമയ്ക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഡിസംബർ 19 നരേന്ദ്രമോദി എപ്സ്റ്റീൻ ഫയൽസിൻ്റെ പേരിൽ രാജിവയ്ക്കും എന്ന് ചിലർ ഇവിടെ വീമ്പിളക്കിയത്. പക്ഷേ അത് നടന്നില്ല. നരേന്ദ്രമോദിക്കെതിരെ ഇതുവരെ യാതൊരു വിധമായ വാർത്തകളും ഈ എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടില്ല. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കാണാൻ പോയത് ഡൊണാൾഡ് ട്രംപിൻ്റെ ആഗ്രഹപ്രകാരമാണ് എന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടു. അങ്ങനെ ആഗ്രഹപ്രകാരമാണ് പോയതെങ്കിൽ പോലും അതിൽ വലിയ വിഷയങ്ങളൊന്നുമില്ല, അതിനകത്ത് വലിയ കുറ്റകൃത്യങ്ങളൊന്നുമില്ല. പക്ഷേ നരേന്ദ്രമോദിക്ക് രാജിവെക്കേണ്ടതായ പല സാഹചര്യങ്ങളും എപ്സ്റ്റീൻ ഫയൽ പുറത്തു വന്നാൽ ഉണ്ടാകും എന്ന് ഇവിടെ ചിലർ വീമ്പിളക്കിയിരുന്നു. അതിനു മുമ്പ് അമേരിക്കയിൽ ചിലർ പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് രാജിവെക്കേണ്ടി വരും ഇത് പുറത്തു വന്നാൽ എന്നാണ്. അങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവർ ഇത് പുറത്തുവിടാൻ നിർബന്ധിതരായത്. ഇങ്ങനെ കാണുന്നവരെല്ലാം നാളെ എപ്സ്റ്റീൻ ഫയൽ ഇറങ്ങും, നിനക്കുമുണ്ട് പണി എന്ന രീതിയിൽ എല്ലായിടത്തേക്കും വാർത്തകൾ പ്രചരിക്കുന്ന സാഹചര്യമുണ്ട്. എപ്സ്റ്റീൻ ഫയൽസിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്ന് പറയുന്ന വീഡിയോകൾ എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ 10,000-കണക്കിന് വ്യാജ AI വീഡിയോകളാണ് ഇപ്പോൾ പരന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ എപ്സ്റ്റീൻ എന്ന് പറയുന്നത്, എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ വലിയ ആഘാതങ്ങൾ ലോകത്തുണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സാധനം ഇതുവരെയും ഒരു വലിയ ആഘാതവും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ക്ലർക്കിൻ്റെ പണി പോലും ഈ എപ്സ്റ്റീൻ ഫയൽ പുറത്തു വന്നതിന് ശേഷം പോയിട്ടില്ല എന്നുള്ള വാസ്തവം അവിടെ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ലോകത്ത് പ്രതീക്ഷിച്ചതുപോലെ യാതൊരു ആഘാതവും എപ്സ്റ്റീൻ ഫയൽസിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. സത്യത്തിൽ ഈ എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് പെരിപ്പിച്ച കഥകളാണോ പുറത്തു വന്നത്? അതായത് അതിൻ്റെ യാഥാർത്ഥ്യമല്ല, അതിനെക്കുറിച്ചുള്ള പെരും നുണകളാണോ പുറത്തു വന്നത്? ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? ഈ വൈറസും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുക ഈ ചൈനക്കാരുടെ ഒരു ഹോബിയാണ്. ഓൺലൈനിൽ വൈറസുകൾ ഉണ്ടാക്കി അത് കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്ക് കടത്തിവിട്ട് അതുണ്ടാക്കുന്ന നാശനഷ്ടം കണ്ടാസ്വദിക്കുക ഒരു കാലഘട്ടത്തിൽ അവരുടെ ഒരു ഹോബിയായിരുന്നു. അതുപോലെ ദലൈലാമയ്ക്കെതിരെ പോലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ചൈനയടക്കമുള്ള രാജ്യങ്ങൾ എപ്സ്റ്റീൻ ഫയൽസിനെ ഉപയോഗിച്ചുകൊണ്ട് ചില കളികൾ നടത്താനും അധികാര കേന്ദ്രങ്ങൾ തകർക്കാനും പല രാജ്യങ്ങളിലും പല വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ശ്രമിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്ര
നരേന്ദ്രമോദി മുതൽ ഡൊണാൾഡ് ട്രംപിനെ തുടങ്ങി ഇവിടെ ദലൈലാമ വരെ അത് എത്തി നിൽക്കുമ്പോൾ എപ്സ്റ്റീൻ ഫയൽസിനെ ഉപയോഗിച്ചുകൊണ്ടൊരു വലിയ ബ്ലാക്ക് മെയിലിങ്ങിന് ആരോ ശ്രമിച്ചു എന്ന് ഇപ്പോൾ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് സത്യത്തിൽ ഫലവത്തായില്ല എന്ന് വേണം പറയാൻ. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ യാതൊരുവിധ മേജർ അപകടങ്ങളും ഈ എപ്സ്റ്റീൻ ഫയൽ പുറത്തു വന്നതിന് ശേഷം ഉണ്ടായില്ല. സത്യത്തിൽ എപ്സ്റ്റീൻ ഒരു എലിയായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയുന്ന രീതിയിലാണ് എപ്സ്റ്റീൻ ഫയലുകളുടെ കിടപ്പ്. ഇത്രയധികം 30 ലക്ഷത്തോളം പേജുകൾ പുറത്തിറങ്ങിയിട്ടും ഒരു തലയും ഉരുണ്ടില്ല എന്ന് പറഞ്ഞാൽ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞ് ആരോ നമ്മളെ ഭയപ്പെടുത്തുകയായിരുന്നു വെറുതെ എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.